സ്വാമി ശരണയ്യപ്പൻ. ഇന്ന് ഈ വീഡിയോയിൽ കൂടി ഞാൻ പറയുന്നത് ശബരിമല അയ്യപ്പ സ്വാമിയെക്കുറിച്ചാണ്. നമുക്കറിയാം, ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ചുകൊണ്ട് ആചാരലംഘനം നടക്കുകയുണ്ടായി. ആ ഒരു സന്ദർഭത്തിൽ ഇവിടുത്തെ അയ്യപ്പ ഭക്തന്മാരും ദൈവവിശ്വാസികളും വളരെയേറെ വേദനിച്ച ഒരു സാഹചര്യമായിരുന്നു. അന്ന് ആ സംഭവത്തോടു കൂടി ഭക്തന്മാരുടെ മനസ്സിലേറ്റ മുറിവ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. അപ്പോൾ വീണ്ടും ഇതാ ഒരു കളവ് കേസുമായി ബന്ധപ്പെട്ട് ശബരിമല വീണ്ടും ഒരു വിവാദത്തിൽ ആയിരിക്കുകയാണ്. എന്താണ് കളവ് പോയത്, എന്താണ് മോഷിച്ചത്, ആര് മോഷിച്ചു എന്നുള്ളത് വളരെ പ്രാധാന്യമാണ്. നമുക്കൊരു തന്ത്രി എന്ന വ്യക്തി ശരിക്കും തന്ത്രം പഠിച്ചാൽ വിശുദ്ധിയുള്ള ആള് വ്രതശുദ്ധിയൊക്കെ എടുത്ത് വാക്കുശുദ്ധി, മനഃശുദ്ധി, ഭക്ഷണശുദ്ധി, വസ്ത്രശുദ്ധി, പരിസരശുദ്ധി എല്ലാം വളരെ ഭഗവാന്റെ കാര്യങ്ങളെല്ലാം വളരെ സത്യസന്ധമായി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഉൾക്കൊള്ളുന്ന ആ ഒരു കൂട്ടുകക്ഷികളാണ് അദ്ദേഹത്തിൻ്റെ സ്വർണം പൂശിയ പാളികളെല്ലാം മോഷ്ടിക്കാൻ കൂട്ടുനിന്നിട്ടുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അത് ശരിക്കും പാടുള്ളതാണ്. അപ്പോൾ ഈ ഭഗവാന്റെ മുതൽ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തന്മാർ കൊടുക്കുന്ന വഴിപാടുകളാണ്. അപ്പോൾ ആ ഭക്തന്മാരെ വരെ വഞ്ചിക്കുകയായിരുന്നില്ലേ ഇവർ ചെയ്തത്? എങ്ങനെ ഇവർക്ക് മനസ്സ് വന്നു അയ്യപ്പൻ്റെ നാമം ജപിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാൻ എങ്ങനെ മനസ്സു എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. മറ്റൊരു കാര്യം നമുക്കറിയാം, ഇപ്പം കേസുമായി ബന്ധപ്പെട്ട് പല പ്രമുഖരും ജയിലിൽ പോവുകയും അതേപോലെ തിരിച്ചിറങ്ങുന്ന ഒരു സമ്പ്രദായം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ പ്രശ്നത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറ്റം ചെയ്ത ആരായാലും, തന്ത്രിയായാലും മന്ത്രിയായാലും അത് ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം അത് നമ്മുടെ രാജ്യത്തെ അലിഖിത നിയമമാണ്. അവിടെ പാമരനും പണക്കാരനും ഒരു വ്യത്യാസമില്ല, എല്ലാവരും ചുള്ളിരുന്ന നിയമത്തിനും. നമുക്കറിയാം, ശബരിമലയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ മതേതരത്വം, ശരിക്കും മതേതരത്വം വാഴുന്ന ഒരു പുണ്യമായ ഒരു സ്ഥലമാണ്. സീസണായി കഴിഞ്ഞാൽ അവിടെ സ്വാമി ശരണം എന്നൊരു പദം വേറൊന്നും അവിടെ ഇല്ല. എല്ലാവരും സ്വാമിമാരാണ്. ലോകത്ത് തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാ ജനങ്ങളും ജീവജാലങ്ങളും ഒന്നാണെന്ന് കാണിക്കുന്ന ഒരു പരിപാലനപ്പെട്ട ഒരു സ്ഥലത്താണ്. അവിടെ അങ്ങനെ നടക്കാൻ പാടില്ല. ഇനി അങ്ങനെ സംഭവം ഉണ്ടാകാൻ പാടില്ല. നമുക്കത് ഭക്തന്മാർക്കത് താങ്ങാൻ പറ്റില്ല. നമുക്കറിയാം, ലോകത്തുള്ള എല്ലാ ഭക്തജനങ്ങളും അവർക്കത് സഹിക്കാവുന്ന അപ്പുറമാണ് ഉണ്ടായി. ഇനി അത് ഉണ്ടാവാൻ അവിടെ ഇനിയൊരു കളങ്കം അവിടെ ഉണ്ടാവാൻ ഇനി മേലിൽ പാടില്ല. നമുക്കറിയാം, ഭക്തരവിടെ വരുമ്പോൾ 18-ാം പടി കയറി വരുമ്പോൾ അവിടെ ഒരു വാക്യം വീട്ടി വെച്ചിട്ടുണ്ട്. ശ്രീകോവിലിനും തത്വമസി എന്നാണ് പറയുന്നത്. നീ ആരെ തേടി വന്നോ അത് നിന്നിലുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തിലൂടെ എല്ലാവരും ഒന്നാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വഗുരു ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞൊരു വാക്ക് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെ എന്ന ആപ്തവാക്യം അന്വർത്ഥമാക്കുന്ന ഒരു സെൻറ്റർ കൂടിയാണ്. അത് ലോകത്തില്ല ഇതേ സെൻറ്റർ. ഇനി ഭഗവാനെ പൂജിക്കാൻ വരുന്നവർ തീർച്ചയായും ശരിക്കും ഭക്തരും സത്യസന്ധരും ആയിരിക്കട്ടെ എന്ന് ഇവിടുത്തെ ഭക്തർ ആഗ്രഹിക്കുന്നു. അതങ്ങനെ തന്നെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. സ്വാമിയെ ശരണം.